ഹലോ ഗൈസ്, എല്ലാവർക്കും വാഴ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മളിന്ന് വീണ്ടും വന്നേക്കാണ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 2-ൻ്റെ ഒരു ഗെയിം പ്ലേ ആയിട്ട്. നമ്മൾ 1-ൻ്റെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 നമ്മൾ കുറേ ഓടിക്കുന്ന കാർ കസ്റ്റമൈസ് ചെയ്യുന്ന എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. 2-ൻ്റെ നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു APK അല്ല, APK നമുക്കിതൊരു കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഒരു പഴയ അക്കൗണ്ടാണ്. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ എടുത്ത് കളിക്കാൻ വെച്ച് കയറിയതാണ്. അപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നേരത്തെ പറയാറുള്ള പോലെ തന്നെ 5Kക്ക് നമ്മളൊരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട് ഗൈസ്, റോബക്സ് ഗീവ് അവേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും കാണുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ജസ്റ്റ് കാറൊക്കെ ഒന്ന് ഓടിച്ച് നടക്കുക സിറ്റി വഴി. അപ്പോൾ മറ്റേ സിറ്റി നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ സിറ്റി പോലെ തന്നെയാണല്ലോ ഇപ്പോൾ ഇതും. പക്ഷേ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ക്യാഷ് കളക്ട് ചെയ്യാനാണ്. നമ്മൾ കാർ ഓടിച്ചെടുക്കുമ്പോൾ പെട്ടിയിൽ കുറേ ക്യാഷൊക്കെ കിടക്കണം കാണാറില്ല ഗൈസ്. അതാണ് ഞാനിന്ന് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ മിഷൻസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്? ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും മാച്ചിന് തന്നെ കയറാം. ഇത് നമ്മുടെ ഒരു ഹോണ്ട സിറ്റിയാണ്. നമ്മൾ ഹോണ്ട സിറ്റി ഹോണ്ട സിവിക്കാണ് പണിതിട്ടേക്കുന്ന സാധനമാണ്. നേരെ നമുക്ക് സിറ്റി കയറാം. സിറ്റിയിൽ ഓൺലൈൻ തന്നെ പോകാം ഗൈസ്, അതാണ് കുറച്ചുകൂടി സെറ്റ്. എന്നിട്ട് നമുക്ക് കുറച്ച് ക്യാഷൊക്കെ കളക്ട് ചെയ്യാൻ നോക്കാം. എവിടേക്ക് ക്യാഷ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് കാണുന്നതല്ല, നമുക്ക് കളക്ട് ചെയ്ത് പോകാം ഗൈസ്. കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. നമുക്ക് എൻജിൻ കുറച്ചൊന്ന് മാറ്റണം. നല്ല പൊട്ടുന്ന ടൈപ്പ് എൻജിൻ വേണം. അപ്പോൾ ഞാൻ പൊട്ടുന്ന എൻജിനാണ് വെച്ചേക്കുന്നത്. ഞങ്ങൾക്ക് കാണിച്ചു തരാം, കേൾപ്പിച്ച് തരാം ഗൈസ്. പിന്നെ ഇത് ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇത് പൊട്ടുന്നതിൻ്റെ ഇത് കാണാനും പറ്റും. കുറച്ചുകൂടി ഇങ്ങ് താത്തി വയ്ക്കാൻ പറ്റും. നോക്കിക്കോ, സൈലൻസറിൻ്റെ അവിടെ നിന്ന് പൊട്ടുകയും ചെയ്യും, തീയും വരും. ഇപ്പം എന്താണ് കഴിയുന്നത്? വരുന്നില്ലല്ലോ. ഓടിക്കുമ്പോൾ വരും. ഇപ്പോഴും വന്നില്ല. ഞാൻ കാണിക്കാം ഗൈസ്, കാണിക്കാം. കണ്ട ഇപ്പോൾ വന്നു ഗൈസ്. ഇപ്പോൾ തീ വന്നു. അപ്പോൾ അതാണ് സംഗതി. ഇവിടെ എവിടെയൊക്കെയാണ് എനിക്കിത് ഉള്ളതെന്ന് എനിക്കറിയില്ല. നമുക്കെന്തായാലും കാർ ഫോർ സെയിലിൻ്റെ അവിടെ വരെ ജസ്റ്റ് ഒന്ന് പോവാം. ഇത് സ്ഥലമൊക്കെ ഇവിടെയാണ് കാർ ഫോർ സെയിൽ. നമുക്ക് ഇവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ലൊക്കേഷനൊന്നും മാർക്കായില്ല. ഇതെന്താണ് ലൊക്കേഷൻ കാണിക്കാത്തത്? ഇപ്പോഴാണ് സെറ്റായി. വഴി മാറി വണ്ടി ഇടിച്ച് കുഴപ്പമില്ല, സെറ്റാകാം. അപ്പോൾ ഗൈസ്, വീഡിയോ ഉണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ തന്നെ ഒരു കാർ ഫോർസേലിന് ആട്ടുമല്ലോ, അവിടെ ഇഷ്ടംപോലെ വണ്ടി കാണും. അപ്പോൾ നമ്മൾ കാർ അപ്ഗ്രേഡ് ചെയ്തിട്ട് പോകാം. അപ്ഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്തിട്ട് പോകാം. പിന്നെ അടുത്ത ദിവസം കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1-ൻ്റെ ഗെയിം പ്ലേ വരും ഗൈസ്. ഇത് നമ്മുടെ APK അല്ല, അതുകൊണ്ട് നമ്മൾ ക്യാഷൊക്കെ ഉണ്ടാക്കണം ഗെയിംസ് കളിച്ച്. നല്ല ടഫാണ്. ഇതിനകത്ത് ഗെയിമിൻ്റെ സൗണ്ടും എല്ലാം കുറച്ചിടാൻ പറ്റുന്നതാണ്. കൺട്രോൾസ്, ഗ്രാഫിക്സ്, സൗണ്ട് ഒരു പകുതി ഇടാം. എന്നാലും സൗണ്ട് ഉണ്ട്. എന്നാലും നമുക്ക് മുകളിലേക്ക് കയറാം. ഇവിടെ കുറേ പേര് മെസ്സേജ് ഇടുന്നതാണ്. ഒരു മലയാളി ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ മലയാളി ആയിരിക്കും, അറിയില്ല. നല്ല ലാഗുണ്ട് ഗൈസ്. കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ 1 ഭയങ്കര ലാഗാണ്. അപ്പോൾ 2 നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ചെന്ന് ഇടിക്കുന്നത്. കണ്ടോ, അടുത്ത ഇടി. എൻ്റെ പൊന്നടാ. അപ്പോൾ ആ വണ്ടി ചെന്ന് ഇടിച്ചപ്പോൾ സൗണ്ട് കേട്ട് ഗൈസ്. അതാണ് ആ കീ എന്നും പറഞ്ഞ് അടിച്ചത്.
ഫോക്സൈഡിൻ്റെ ആ വണ്ടി ചെന്ന് ഇടിച്ചതാണ്. തട്ടി. കുറച്ചുകൂടി പൊട്ടുന്ന സൈലൻസ് എനിക്ക് വേണം. ഇത് പൊട്ടൽ കുറവാണ്. അതിനാണ് ഞാൻ ഈ പൈസ എല്ലാം നോക്കിക്കൊണ്ട് നടക്കുന്നത്. എവിടെ നിന്നെങ്കിലും പൈസ കിട്ടുമോ, നല്ല ഏതെങ്കിലും കാരണം. സൂപ്പറുണ്ട് കഴിച്ച്. സൂപ്പറല്ലേ, നിസാൻ്റെ കാറ്. തട്ടിയില്ല തട്ടിയില്ല. ഇതിൻ്റെ മാഫിയ ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ട് കറക്കം കറങ്ങട്ടെ. ഇവിടെ എല്ലാം പൈസ എല്ലാം കൊണ്ടുപോകുന്നു. പൈസയാണ് ഇവിടെയൊക്കെ സാധാരണ പൈസ എടുക്കാറുണ്ട്. ഇപ്പം ഇല്ല പൈസ. വേറെ എവിടെ പൈസ ഉള്ളത് ഞാൻ മറന്നും പോയി. ഇടിക്കലടാ വണ്ടിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ലെന്ന്. ഇനി പൈസ ഉള്ള അവിടെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ. മുകളിലൊരു ഭാഗത്തായിട്ട് പൈസ ഉണ്ട്. അപ്പോൾ അവിടെ പോവാം. അവിടെ ചിലപ്പോൾ ചാടിക്കേണ്ട വരും. അയ്യോ ഇടിക്കില്ല. ഇടിച്ചു ഗൈസ്. കുഴപ്പമില്ല, ഇനി പിടിച്ചോട്ടെ. ഇത്ര ലാഗം വെച്ച് വർക്ക്ഷോപ്പിൽ പോകാൻ ഭയങ്കര പാടാണ് ഗൈസ്. നിങ്ങൾക്കിത് നോക്കുമ്പോൾ തന്നെ കാണാം. ഒടുക്കത്തെ ലാഗാണ് ഗൈസ്, ഒടുക്കത്തെ ലാഗ്. ഇത് കാണുമ്പോഴാണ് ദേഷ്യം തന്നെ. പോലീസുകാരനൊക്കെ ഇവിടെ ഒക്കെ ഉണ്ട്. പുള്ളിക്ക് ചെയ്യുന്നില്ല. കണ്ട് ഇവിടെ പൈസ ഉണ്ട്. അതെടുക്കണേ നല്ല ഇതിലൊന്ന് ചാടണം. പക്ഷേ ഈ ലാഗം വെച്ചെന്ന് സ്പീഡിലൊന്ന് ചാടണം നടക്കൂല. ഇത് ചെറിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിരിക്കും ഗൈസ്. കാരണം ഇതും വെച്ച് ഇത്ര ലാഗം വെച്ച് ഭയങ്കര പാടാണ്. വണ്ടി ഇടിച്ച് കുഴപ്പമില്ല. നമ്മളെന്തായാലും പറ്റുമോ നോക്കാൻ പോവാണ്. വീടിൽ കൊണ്ടെടുത്ത് ചാടി എനിക്ക് എങ്ങനെയല്ല അത് കിട്ടണം. അവസാനം എനിക്ക് വേണം ആ ഒരു പൈസ. യെസ്. പിന്നെ ഇവിടെയും പൈസ ഉണ്ട് കൈസ്. കണ്ടോ, നിങ്ങൾക്ക് ഒന്നുകൂടി അങ്ങോട്ട് പോകണം. മലയാളിയാണോ ഗൈസ്? അല്ല. വേറെ പൊട്ടുന്ന സൗണ്ട് കേട്ടോ. ഇതൊന്നും അല്ല, ഇത് കൂടുതൽ വേണം ഗൈസ്. അതിനാണ് ഞാൻ പൈസ തെണ്ടി നടക്കുന്നത്. ഇത് ഒടുക്കത്തെ ലാഗാണ്. അങ്ങനെ ഇവിടം വരെ എത്തി ഒരു അതേ ഗൈസ് പൈസ 9,000 രൂപ കിട്ടി. ഇനി നമുക്ക് എവിടെയാണ് പൈസ കളക്ട് ചെയ്യാനുള്ളത്? നോ ഐഡിയ ഗൈസ്. ഇനി എവിടെയാ പൈസ കളക്ട് ചെയ്യാനുള്ളത്? ഞാൻ മറന്നുപോയി ഗൈസ് മൊത്തം കാര്യവും. 1 ഞാൻ നേരത്തെ കളിച്ചു, 2 ഞാൻ നേരത്തെ കളിച്ചിട്ടുള്ളതാണ്. മറന്നു പോയടാ എവിടെയൊക്കെയാണ്. ഇതിൻ്റെ ബാക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കളക്ട് ചെയ്തു ഗൈസ്. ഈ റിപ്പയർ സെൻറ്ററിൻ്റെ ബാക്കിൽ. ഇപ്പം നമ്മുടെ ടോട്ടൽ എത്ര രൂപ കാണും? ഇങ്ങനെ എടുത്താൽ 59. ഇത് മതിയാവും ഗൈസ്, മതിയാവുന്ന തോന്നുന്നേ. വേറെ ഇപ്പോഴാണ് ഗൈസ് ഓർമ്മ വന്ന് ക്യാഷ് എവിടെയുള്ളതെന്ന്. കളക്ട് ചെയ്യാം. കുറച്ചങ്ങ് പോകണം, തെറ്റാകാം. വഴിയിലാണോടാ കാറ് പാർക്ക് ചെയ്യുന്നത്? അയ്യോ പേടിച്ച്. ഈ ഭാഗത്ത് എവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്? ഇല്ലെന്ന് തോന്നുന്നു. ഒടുക്കത്തെ ലാഗാടി.
ഗൈസ് ലാഗ് അത്യാവശ്യം നല്ല പോലെ ഉണ്ട്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. എന്തായാലും ക്യാഷ് കളക്ട് ചെയ്യാൻ അവിടം വരെ പോകണം. ആ ഒരു ഭാഗത്താണ്, ഈ റിപ്പയർ സെൻറ്ററിൻ്റെ ഇവിടെ ആയിട്ടാണ്. എന്തായാലും നമ്മൾ പറപ്പിച്ച് അങ്ങ് വിടുവാണ്, ഒന്നും നോക്കുന്നില്ല. ഇപ്പോൾ വണ്ടി പൊട്ടുന്നില്ലേ? കുറച്ചുകൂടി കൂടിയൊരു സൈലൻസർ വയ്ക്കാനാണ് ഗൈസ്. സൈലൻസർ വയ്ക്കാൻ നല്ലപോലെ പൊട്ടും. എനിക്ക് നല്ല പൊട്ടലാണ് ഗൈസ് വേണ്ടത്. എന്ന് പറയാൻ പൊട്ടണം. ഇപ്പം പൊട്ടി. ഇവിടെ ആയിട്ട് പൈസ ഉണ്ടാവുന്നു. പൈസ ഇല്ലേ? പറ്റിച്ച ഇവിടെ ഏതോ വണ്ടി മൂടിയിട്ടുണ്ട്. പൈസ ഇല്ല, എന്നെ പറ്റിച്ചാളാ. അവിടെ പൈസ ഇല്ലേ? പൈസ വണ്ടി ഉണ്ടായിരുന്നല്ല. പൈസ ഇല്ലടാ. അപ്പോൾ നമുക്ക് ഇറങ്ങാം കൈസ്. ഇറങ്ങിയിട്ട് നമുക്കൊരു നല്ലൊരു സൈലൻസറും വെക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇപ്പോൾ വെച്ചേക്കുന്നത് തന്നെ ഞങ്ങൾ 51,000 സംതിങ് എന്തോ ആണ്. ഇപ്പോൾ കുറച്ച് പൈസ കിട്ടി കൈസ്. ഒരു ടാസ്ക് കൂടി കംപ്ലീറ്റ് ആയപ്പോൾ കുറച്ചുകൂടി പൈസ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല പൈസ നമുക്ക് ഒരെണ്ണം മേടിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് സൗണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പോലെ പൊട്ടണം, എനിക്കതാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ $1,00,000 ഉണ്ട് കൈസ്. $1,00,000 പൊളിച്ചടാ. എനിക്കതാണ് എനിക്ക് വേണ്ടത്. യെസ് ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗരേജിൽ പോവുക, കാർ സെറ്റിങ്സിൽ വരിക, എൻജിനിൽ ഇവിടെ എയർ സിസ്റ്റം, ഡൗൺ പൈപ്പിൽ ഏറ്റവും കൂടിയത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കണത് ഏതാണ്? ഇരിക്കണത് 8 കിലോമീറ്റർ എന്തോ സംഭവം ആണല്ലോ. അതിൻ്റെ പേരെന്നാ നോക്കട്ടെ. EA888. ഇതെല്ലാം തന്നെയാണല്ലോ. എൻ്റെ എത്ര രൂപയുടെ? 2,000 രൂപയുടെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടിയത് 38,000 രൂപയുടെയാണ് ഗൈസ്. കണ്ടല്ലോ, ഇതാണ് ഏറ്റവും കൂടിയത്. ബൈ ആൻഡ് സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സാധനം നമ്മൾ മേടിച്ച് വെച്ചു. പിന്നെ ഈ പൈപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റാം. ഈ ഒരു പൈപ്പ് ഇത് അത് മാറ്റാനുള്ള പൈസ ഇല്ല ഗൈസ്. അതിൻ്റെ ഏറ്റവും കൂടിയത് വയ്ക്കാനുള്ളതില്ല. അപ്പോൾ നമ്മൾ പൈപ്പ് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് വണ്ടി ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം. റൈഡ് കാർ. ഇതെന്താ ഇത്? അയ്യോ, പുറത്തേക്ക്. എനിക്ക് പുറത്തേക്ക് പോകണ്ടായിരുന്നല്ലേ ഗൈസേ. അറിയാതെ പുറത്തേക്ക് പോയതാണ് ഗൈസ്. ശേ കുഴപ്പമില്ല. അടാ ഇതെന്താടാ ഇത് ഇങ്ങനെ? പൈപ്പ് കൊള്ളത്തില്ല. നമുക്ക് മാറ്റണം ഗൈസ്, ഇത് മാറ്റണം. ഇതിനേക്കാളും മറ്റേ തന്നെയാണ്. ഇതെന്താടേ ഇത്? എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്. ഈ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഒരുമാതിരി ആളക്കളിയാക്കുന്ന പരിപാടിയായിപ്പോൾ ഗൈസ്. എനിക്കിതെല്ലാം വേണ്ടത്. എനിക്ക് നല്ല എന്നും പറഞ്ഞ് പൊട്ടുന്ന സൗണ്ട് വേണം. ഇതല്ല. എൻ്റെ കയ്യിൽ ഇനി കുറച്ച് പൈസ കൂടി ഉണ്ട്. ഗാരേജിൽ പോവാം, കാർ സെറ്റിങ്സിൽ പോവാം. കുറച്ച് നമുക്ക് കൂടി മേടിച്ച് നോക്കാം. ഡൗൺ പൈപ്പ് നമുക്ക് ഒരെണ്ണം മാറ്റി നോക്കിയാലോ ഗൈസ്. ഭയങ്കര വിലയാണ് എല്ലാത്തിനും. 9,500 നമുക്ക് വയ്ക്കാം. അത് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും സൗണ്ടിന് വ്യത്യാസം ഉണ്ടോ നോക്കട്ടെ. റൈഡ് കാർ. വ്യത്യാസമില്ലടേ. അവിടെ സൗണ്ടിന് വ്യത്യാസമൊന്നും ഇല്ലടാ. നമ്മളെ പറ്റിച്ചടാ ഗെയിമാർ. കാർ സെറ്റിങ്സിൽ പോവുക, എൻജിനിൽ പോവുക, ഇവിടെ വരിക, ഡൗൺ പൈപ്പ്. ഇൻവെൻട്രിയിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 3 കിടപ്പുണ്ട്. 2,000 രൂപ വെറുത്തുള്ളൂ ഇതിന്. ഞാൻ നേരത്തെ വെച്ചായിരുന്ന സെയിം ആണെന്ന് തോന്നുന്നല്ലോ. ഇനി ഇതിനകത്ത് കൂടിയതൊന്നും ഇല്ല. നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. പൈസ അല്ലേ ഉള്ളേ, നമുക്ക് നോക്കാം. ഉള്ള പൈസ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ.
റൈഡ് കാറ്. ഇപ്പം കൂടി ഇപ്പം ചെറുതായിട്ട് കൂടി. ഓടിക്കുമ്പോഴാണ് നോക്കിക്കോളണം, ശ്രദ്ധിച്ച് കണ്ടോളാം നിങ്ങൾ. കണ്ടോ 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 കണ്ടോ. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊന്ന് സെറ്റാക്കാം. ഇനി ഗാരേജിൽ പോവാ, കാർ സെറ്റിങ്സിൽ പോവാ, എൻജിനിൽ വരെ അവിടെ പോവാ, ഡൗൺ പൈപ്പ് ഇതെടുത്താൽ സെറ്റായിരിക്കും. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതെല്ലാമാണോ അത്? എക്സോസ്റ്റ് ഡൗൺ പൈപ്പ് സ്റ്റോക്ക്, JW എക്സോസ്റ്റ് ഡൗൺ പൈപ്പ്, മൈക്രോ നെക്ടോമോട്ടോ സൗണ്ട് എക്സോസ്റ്റ് പൈപ്പ്, വിസ്ക്രോ എക്സോസ്റ്റ് ഡൗൺ പൈപ്പ്. ഇതോ ബ്രൂസ് വെയിനോ? ഇതും കൂടി മേടിച്ച് നമുക്ക് നോക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ മേടിക്കാൻ പൈസ ഇല്ലടാ. നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്, വർത്താണോ നോക്കാം. ഇതും വറുത്തല്ലടേ. ഇത് ജസ്റ്റ് ഈ വീഡിയോ മാത്രമായിരിക്കും ഗൈസ്. ഇന്ന് നമ്മൾ കുറച്ച് സൈലൻസർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. ഇത് നെക്സ്റ്റ് കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ 2ൻ്റെ വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി. അയ്യോ അധികം കുറച്ച് കൂടിപ്പോയി ഗൈസ്, കുഴപ്പമില്ല. ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ 2ൻ്റെ നമുക്കിനി വീഡിയോ സെറ്റാക്കാം. പക്ഷെ ഇനി മിക്കവാറും വല്ലപ്പോഴാണ് ഗൈസ് വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ. അയ്യോ ലഗ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരം ആകും വരുമ്പോൾ. ഇത് പൊട്ടുന്ന ഒരുമാതിരി ഡോറടയ്ക്കുന്ന സൗണ്ട് പോലെ ഉണ്ട്. അയ്യേ എനിക്കിഷ്ടപ്പെട്ടില്ല ഗൈസ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇനി ചേഞ്ച് ചെയ്യാനുള്ള പൈസ നമ്മുടെ ഇല്ലടാ. ആകെ നമ്മുടെ 34,000 സംതിങ്ങേ ഉള്ളൂ. ഗാരേജിൽ പോവാ, കാർ സെറ്റിങ്സ്, എൻജിന്, ഡൗൺ പൈപ്പ് സിസ്റ്റം, ഇവിടെ പോവാ. ഇനി വയ്ക്കാനുള്ള ഇതാണ് ഗൈസ്, അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. എന്ത് ചെയ്യും? വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും. നമുക്ക് ഇതും കൂടി ഒന്ന് മേടിച്ച് സെറ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കുറഞ്ഞ പൈപ്പിനാണോ കൂടിയ പൈപ്പിനാണോ വ്യത്യാസം കൂടുതൽ നോക്കാം. അത്രയും കൂടി ഇത് പോരാ. നമുക്ക് കുറച്ച് വിറ്റിട്ട് നമുക്ക് ഒരെണ്ണം കൂടി നമ്മുടെ അതിനകത്ത് മേടിക്കാവുള്ളൂ. അതും കൂടി മേടിച്ച് ട്രൈ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാം. അത്യാവശ്യം ലോങ് ആയെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കെന്തായാലും എൻഡ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ളത് ഏതാ? കുറേ എടുത്ത് വിൽക്കട്ടെ. ഡൗൺ പൈപ്പ് സ്റ്റോക്ക് സെല്ല്. ഇത് ഇതിനകത്ത് നല്ലത് ഏതായിരുന്നു? സെല്ല്. അത് സെല്ല് ചെയ്യണോ? ഇതാണോ നല്ലത്? ബ്രെയിൻ കർവ്. അയ്യോ ബ്രെയിൻ കർവ് ആയിരുന്നു ഗൈസ് നല്ലത്. ഇപ്പോൾ നമ്മളതിൽ 36,000 സംതിങ് ആയിട്ടുണ്ട്. നേരെ ഡൗൺ പൈപ്പിൽ പോവാം. ഇതുകൂടിയാണ് മേടിച്ച് നോക്കാനുള്ളൂ. അതുകൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല ഗൈസ് എത്രമാത്രം നല്ലതായിരിക്കുമെന്ന്. നോക്കാം. ചേട്ടാ ഇതും കൊള്ളില്ല. ഇതിലൊക്കെ ഭേദം മറ്റേ തന്നെയാണ്.
എഞ്ചിനിൽ പോവുക, അവിടെ പോവുക, അത് മാറ്റുക, ഇൻവെൻട്രിയിൽ വരിക. ഇതല്ലേ സെറ്റ്, ഇത് തന്നെയാണ് നല്ലത്. ഇതവിടെ പിന്നെയും നല്ലത്. ഇതാണ് പിന്നെയും നല്ലത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലവണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാറിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ, അറിയില്ല. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് കാണാം. അതുവരെ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് കാണാം. അതുവരെ ബൈ.